35 വയസ്സ് കഴിഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകളും മൂഡ് സ്വിങ്സും അനുഭവിക്കുന്ന സ്ത്രീകളാണോ നിങ്ങൾ? ശാന്തശീലരായിരുന്ന അമ്മയോ സഹോദരിയോ ഭാര്യയോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരെ മാറുന്നുണ്ടോ? സ്ഥിരമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടോ? എങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ അവരെ കുറ്റപ്പെടുത്താൻ വരട്ടെ. ഒരു മിനിറ്റ്. എൻ്റെ പേര് ഡോക്ടർ അനു പാർസി, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, ലക്ഷ്മി ഹോസ്പിറ്റൽ, പനേപ്പള്ളി. ഇന്ന് സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്നതും എന്നാൽ വളരെ കുറച്ച് ചർച്ച ചെയ്യുന്നതുമായ ഒരു ശാരീരിക അവസ്ഥയാണ് മെനോപോസ് അഥവാ മാസമുറ നിന്നതിന് ശേഷമുള്ള ശാരീരികാവസ്ഥ. സമൂഹത്തിലെ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വീടുകളിലെ കൂടെ താമസിക്കുന്ന ഭർത്താവ്, അച്ഛൻ, മക്കൾ എന്നിവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും സ്ത്രീകൾ ഈ രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ശാരീരികാവസ്ഥ കണ്ടെത്താൻ അല്ലെങ്കിൽ ചികിത്സിക്കാൻ ഒരു മുഖ്യ തടസ്സമായുള്ളത്. മാസമുറ നിന്നതിന് ശേഷം അഥവാ മെനോപോസിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നത് മൂലം ഹോട്ട് ഫ്ലഷസ് അഥവാ ചൂട് തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരിക, മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ജോയിൻറ്റ് പെയിൻസ്, ഈസ്ട്രജൻ കുറഞ്ഞത് മൂലം മസിൽ വീക്ക്നെസ് കാരണമുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസ്, ഈസ്ട്രജൻ കുറഞ്ഞത് മൂലം തന്നെ ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ്. നമ്മുടെ എല്ലിൻ്റെ സാന്ദ്രതയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഈസ്ട്രജൻ ഹോർമോൺ. ഈ ഹോർമോൺ ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ഭാര്യമാരെയും ഒരുപാട് ജീവിതത്തിലെ സാധാരണ ജീവിത രീതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. തികച്ചും കൃത്യമായ ചികിത്സയിലൂടെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ബിസ്ഫോസ്ഫോനേറ്റ് തെറാപ്പി എന്നിവയിലൂടെ അവരെ സാധാരണ ജീവിത രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ അമ്മയോ ഭാര്യയോ സഹോദരിയോ ഏതൊരാളും 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെയും ദേഷ്യപ്പെടുന്നതിൻ്റെയും അവരുടെ ശാരീരിക ചേഞ്ചസും കണ്ട് കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ മെനോപോസ് എന്ന ശാരീരികാവസ്ഥയെ പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. താങ്ക് യു.